നോട്ട് പിൻവലിക്കൽ നടപടിയിലെ ഭരണഘടനാ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീംകോടതി. ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം അസാധുവായ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 1000-ന്റെയും 500 രൂപയുടെയും പഴയ നോട്ടുകൾ ഡിസംബർ 30 വരെ റിസർവ് ബാങ്ക് കൗണ്ടറുകളിൽ നിന്ന് മാറിയെടുക്കാമെന്നാണ് RBIയുടെ പുതിയ ഉത്തരവ്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് റിസർവ് ബാങ്ക് കൗണ്ടറുകൾ ഉള്ളത്. ആവശ്യമായ രേഖകളുമായി എത്തി 2000 രൂപ വരെയാണ് മാറിയെടുക്കാവുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് അക്കൗണ്ട് തുറക്കാൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. 500-1000 രൂപ നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാം. അതേസമയം നോട്ട് പിൻവലിക്കൽ നടപടി ഭരണഘടനാ ലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് സർക്കാർ തീരുമാനം നടപ്പാക്കിയതെന്നും ഇതിന്റെ ആധികാരികത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് മുമ്പാകെ ചൂണ്ടിക്കാട്ടി. എന്നാൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ ഹർജിയും ഡിസംബർ 2-ന് സുപ്രീംകോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റ് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് വേട്ട കേരളത്തിൽ വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ച് ആളുകളെ വെടിവെച്ചു കൊന്നു എന്ന് പത്രവാർത്ത വന്നു. മനുഷ്യനെ അഭിപ്രായം പറയുന്ന മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ ആർക്കാണ് അവകാശമുള്ളത്? ആദിവാസികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ, അവരുയർത്തുന്ന ആവശ്യത്തിന്റെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ആ ഉയർത്തിയ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കുന്ന കാര്യം. വെടിവയ്പ്പിനെ തുടർന്ന് നിലമ്പൂർ വനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ മാവോയിസ്റ്റുകളുടെ ഒളിത്താവളം കണ്ടെത്തി. ഇവിടെ നിന്നും സ്ഫോടക വസ്തുക്കളും സോളാർ പാനൽ അടക്കമുള്ള സംവിധാനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയായി. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് എത്തിക്കും? ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടുകൂടി നിലമ്പൂർ കാളികാവ് വനത്തിനകത്ത് നടന്ന ഏറ്റുമുട്ടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാവോയിസ്റ്റുകൾ കാളികാവ് വനത്തിന്റെ വനാതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകത്ത് കൃത്യമായി ഒരു ബേസ് ക്യാമ്പ് സ്ഥാപിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ആ വിവരം ലഭിച്ചിരിക്കുന്നത്. 2 ക്യാമ്പുകളാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 ക്യാമ്പുകളിലും അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. സോളാർ പാനലുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് വെളിച്ച സംവിധാനവും അതോടൊപ്പം തന്നെ മൊബൈൽ ഉൾപ്പെടെ ചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനവും വൈഫൈ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവർ സ്ഥാപിച്ചിരുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഇവിടെ താമസിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നതിന് തെളിവായി ഇവർ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം സ്ഫോടക വസ്തുക്കളും ഈ ക്യാമ്പിൽ നിന്ന് കണ്ടെടുത്തു. ഏതാണ്ട് 30 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള 2 ക്യാമ്പുകളാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ ദൗത്യം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ മറ്റൊരു സംഘം കാട്ടിനകത്ത് നടത്തിയ ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ മറ്റു ബുള്ളറ്റിനുകളിൽ സൂചിപ്പിച്ചതാണ്, മാവോയിസ്റ്റുകൾ കേരള അതിർത്തിയിൽ നാടുകാണി ദളത്തിന്റെ കീഴിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി മാസങ്ങളായി ഈ നിലമ്പൂർ കാളികാവ് വനമേഖലയ്ക്കകത്ത് മാവോയിസ്റ്റുകൾ ഈ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചുകൊണ്ട് തമ്പടിക്കുകയായിരുന്നു. അതിനുശേഷം വനാതിർത്തിയുടെ മേഖലകളിൽ, ആദിവാസി മേഖലകളിലും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കിടയിലേക്കും മാവോയിസ്റ്റ് ആശയപ്രചരണം നടത്തി വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളായിരുന്നു മാവോയിസ്റ്റുകൾ നടത്തിയിരുന്നത്. അതിനുശേഷം രഹസ്യാന്വേഷണ വിഭാഗം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിവരം നൽകിയിരുന്നു. ഈ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ പ്രമുഖ നേതാവായ കുപ്പുസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം തണ്ടർബോൾട്ട് ഈ നിലമ്പൂർ കാളികാവ്
വനത്തിനകത്തേക്ക് ഒരു തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. രാത്രിയോടുകൂടി തന്നെ 30-അംഗ തണ്ടർബോൾട്ട് സംഘം എത്തിയതിനു ശേഷം പിന്നീട് 30-അംഗ സംഘം കൂടി ഇവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ നടത്തിയത്. ഇതിനിടെയാണ് കുപ്പുസ്വാമി എന്ന ദേവരാജനും അതോടൊപ്പം കാവേരി എന്ന അജിതയും കൊല്ലപ്പെട്ടത്. നിലവിൽ മറ്റു വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. വളരെയധികം രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളായിരുന്നു ഇന്ന് പ്രധാനമായും നടന്നിരുന്നത്. രാവിലെ 9 മണിയോടുകൂടി ജില്ലാ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതർ ഈ കാട്ടിനകത്ത് എത്തിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിരുന്നു. ഇതിൽ അജിതയുടെ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ നിലവിൽ കുപ്പുസ്വാമിയുടെ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഏറ്റുമുട്ടൽ നടന്ന സമയത്തെക്കുറിച്ച് പോലീസ് നൽകിയ വിവരം, ഔദ്യോഗികമായി അറിയിച്ച വിവരം 11 മണിയോടുകൂടി കാട്ടിനകത്ത് ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് കൊണ്ടുപോകുന്നതിനുൾപ്പെടെയുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 1 മണിക്കൂറിനകത്ത് ഈ മൃതദേഹം പുറത്ത് എത്തിച്ചതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. ഇവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസവും മണിക്കൂറുകളും പിന്നിടുന്നു. ഇപ്പോൾ സംഭവം നടന്നതിന് ശേഷം ഇനിയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ട്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഏതായാലും മൃതദേഹം 1 മണിക്കൂറിനകത്ത് തന്നെ കൊണ്ടുപോകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ രാത്രി വളരെ വൈകി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താറില്ല. എങ്കിലും ഈ കേസിൽ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട്, കാരണം 1.5 ദിവസത്തോളം പിന്നിടുമ്പോൾ പോസ്റ്റ്മോർട്ടം അടിയന്തരമായി നടത്തേണ്ടതുണ്ട്, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് രാത്രി പോസ്റ്റ്മോർട്ടം നടത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ സംസാരിച്ച ഒരു സ്ഥിരീകരണം നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിൽ ഇവരുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നത് ഈ നാടുകാണി ദളത്തിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ബേസ് ക്യാമ്പുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ നിലമ്പൂർ കാളികാവ് വനത്തിനകത്ത് വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇന്ന് നടക്കുന്നു. വലിയൊരു സംഘം തന്നെ തണ്ടർബോൾട്ടും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വനത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. വനത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആദിവാസി കോളനികളിലുള്ള ആൾക്കാരുമായും അതോടൊപ്പം തന്നെ നാട്ടുകാരുമായും സഹകരിച്ചുകൊണ്ട് ഉൾവനത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, സജീവമായി പ്രവർത്തിച്ചിരുന്ന ക്യാമ്പുകൾ ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം പരിക്കേറ്റവർ ഉൾപ്പെടെ 9 പേർ ഉൾവനത്തിലേക്ക് ചിതറിയോടിയിട്ടുണ്ട്. ഇവർ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവരെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. സിജു, ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന സാധനങ്ങൾ, തോക്ക്, തിര ഉൾപ്പെടെ അരിസാധനങ്ങൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ നിലമ്പൂർ ഒരു സ്ഥിര താവളമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആയിരുന്നോ മാവോയിസ്റ്റുകൾ നടത്തിയിരുന്നത്? അത്തരത്തിൽ കൂടി വേണ്ട അനുമാനിക്കാൻ? വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം പ്രധാനമായും കേരളത്തിൽ പശ്ചിമഘട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വയനാട് മേഖലകളിലും ഇപ്പുറത്തെത്തിയാൽ നിലമ്പൂർ മേഖലകളിലും പിന്നീട് അട്ടപ്പാടി മേഖലകളിലും 3 ദളങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാവോയിസ്റ്റ് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പല സാഹചര്യത്തിലും പല ദളങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പശ്ചിമഘട്ട മേഖലകളിലെ പല നേതാക്കന്മാരും കഴിഞ്ഞ 1 വർഷം 1.5 വർഷത്തിനിടയിൽ തന്നെ പലരും പിടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും തിരച്ചിൽ ശക്തമാക്കി. ഇവർ പിന്നീട് ഈ നാടുകാണി ദളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്ക് സുരക്ഷിതമായ ഒരിടം വയനാട്ടിലേക്ക് ഉൾപ്പെടെയുള്ള വനാതിർത്തിയിലേക്ക് പോകുന്നതിനും അട്ടപ്പാടിയിൽ ഉൾപ്പെടെയുള്ള വനാതിർത്തിയിലേക്ക് പോകുന്നതിനും ഏറ്റവും സൗകര്യപ്രദമായ ഒരു കേന്ദ്രീകൃതമായ ഒരു സ്ഥലമായി നാടുകാണി ദളത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോയിരുന്നത്. കൃത്യമായും നമുക്കിപ്പോൾ ഈ 2 ബേസ് ക്യാമ്പുകൾ ഉൾപ്പെടെ കണ്ടെത്തിയ സാഹചര്യത്തിൽ അവിടെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിരുന്ന സാഹചര്യത്തിൽ ഇവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തനം സജീവമാക്കിയിരുന്നു. അതിനുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലകളിലും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ കർണാടക വനത്തിലേക്കും അതോടൊപ്പം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വനത്തിലേക്കും എല്ലാം യഥേഷ്ടം ഇവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യവും
സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായ ഒരു ഇടം എന്ന നിലയിൽ കൃത്യമായും ഇവരുടെ പദ്ധതികൾ തയ്യാറാക്കുന്നതിനും മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനും മറ്റ് സാധന സാമഗ്രികൾ ശേഖരിക്കുന്നതിനുമെല്ലാമുള്ള സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന രീതിയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ നാടുകാണി ദളത്തെ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിവരം ഇത്തരത്തിൽ മാവോയിസ്റ്റ് സംഘത്തിന്റെ പ്രധാന നേതാവായ കുപ്പുസ്വാമി ഉൾപ്പെടെ ഉള്ളവർ മാസങ്ങളായി ഈ നിലമ്പൂർ കാളികാവ് വനപ്രദേശങ്ങളിലെത്തി ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നു എന്ന് കൃത്യമായ വിവരം രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മാസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പിന് ശേഷമാണ് തണ്ടർബോൾട്ട് ഇത്തരത്തിലുള്ള ഒരു തിരച്ചിലും നീക്കവും ആരംഭിച്ചത്. വളരെ വ്യക്തമായ ഒരു പ്ലാനിംഗ് തണ്ടർബോൾട്ടിന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാത്രി വളരെ വൈകി 30 അംഗ സംഘം തണ്ടർബോൾട്ടിന്റെ 30 അംഗ സംഘം കാട്ടിലേക്ക് കയറുന്നു. പിന്നാലെ ഇവർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി 30 അംഗ സംഘം രാവിലെയോടുകൂടി തന്നെ കാട്ടിലേക്ക് എത്തുന്നു. ഇതിനുശേഷം ഉൾവനത്തിലേക്ക് ഏറെ പോയതിനു ശേഷമാണ് ഇവരെ കണ്ടെത്തുകയും ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിവരത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഈ മാവോയിസ്റ്റ് സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തണ്ടർബോൾട്ട് നടത്തിയത്. സിജു, എന്തായാലും 9 പേർ കൂടി നിലവിൽ ചിതറി ഓടിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. 9 മാവോയിസ്റ്റുകൾ കൂടി. ഇവർക്കായുള്ള തിരച്ചിൽ ഏത് രീതിയിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ വയനാട് അതിർത്തിയോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടോ? നിലവിൽ നമുക്ക് പോലീസ് അനൌദ്യോഗികമായി തരുന്ന ഒരു വിവരം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. 12 അംഗ സംഘമാണ് ഈ സമയത്ത് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് അനൌദ്യോഗികമായി നൽകുന്ന ഒരു വിവരം. കൃത്യമായി ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും പോലീസ് പറയുന്ന ഈ വിവരം മനസ്സിലാക്കിയാൽ തന്നെ ഈ 12 പേരിൽ 9 പേർ ഈ ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട്. കൃത്യമായും ഇവർക്ക് ഈ വനത്തിനകത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വനത്തിനകത്തുള്ള കൃത്യമായ വഴികളും ഇവർക്ക് കേന്ദ്രീകരിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളുമെല്ലാം ഇവരുടെ മനസ്സിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങും ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർ വനത്തിന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കരുതുന്നത്. മറ്റൊരു സംശയം നിലനിന്നിരുന്നത് ഈ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഇവർ ചിലർക്ക് പരിക്കേറ്റിരുന്നു എന്ന രീതിയിലും ചില വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വനാതിർത്തിയോട് ചേർന്നുള്ള ഏതെങ്കിലും ചെറിയ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വനത്തിനകത്ത് അവർക്ക് അത്തരത്തിലുള്ള ചികിത്സയ്ക്ക് സൗകര്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ചെറിയ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചിലപ്പോൾ ചികിത്സ ഉൾപ്പെടെ തേടാനുള്ള ശ്രമം നടക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ ഈ ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം ഈ 2 മൃതദേഹങ്ങളും കാട്ടിനകത്ത് വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഈ ദൗത്യത്തിൽ പങ്കെടുത്ത 60 അംഗ സംഘം ഇന്നലെ രാവിലെയോടുകൂടി കാട്ടിലേക്ക് പ്രവേശിച്ച 60 അംഗ ദൗത്യ സംഘം ഈ കാട്ടിൽ തന്നെ കഴിഞ്ഞ രാത്രി മുതൽ രാവിലെ വരെ തുടരുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു വ്യക്തമാക്കി. ബോഡി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റു 2 പേരുടെയും ബോഡി ഒരു അനാഥ ശവം എന്നുള്ള നിലയിൽ മറവ് ചെയ്യാൻ പാടില്ല. അവരെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മാസത്തിൽ ഏറ്റുമുട്ടലാകാൻ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോലീസുകാരുടെ ഒരു രോമത്തിന് പോലും പറ്റിയില്ല. പിന്നെ അതുമല്ല റിപ്പോർട്ടിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുക. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് കോടതിയിൽ പോവുകയും ചെയ്യും. നോട്ടുകൾ അസാധുവാക്കുന്നതിന് മുൻപ് ബീഹാറിൽ വൻ ഭൂമി ഇടപാട് നടന്നതായി രേഖകൾ. ബീഹാറിലെ BJP നേതാക്കളാണ് നവംബർ ആദ്യവാരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയത്. ക്യാച്ച് ന്യൂസ് ആണ് രേഖകൾ സഹിതം വാർത്ത പുറത്തുവിട്ടത്. 8 ലക്ഷം മുതൽ 1.16 കോടി വരെ വിലയുള്ള 10ഓളം ഭൂമി ഇടപാടുകളാണ് നടന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് വേണ്ടിയും വീട് വാങ്ങിയതായി വെളിപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ 1000 രൂപ 500 രൂപ നോട്ടുകൾ അസാധുവാക്കുന്നതിന് തൊട്ടുമുമ്പ് BJP ബംഗാൾ ഘടകം 3 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോഴിതാ ബീഹാറിൽ നിന്ന് രാജ്യത്ത് നടക്കുന്ന വലിയൊരു വെളിപ്പെടുത്തൽ. നോട്ടുകൾ അസാധുവാക്കിയത് നവംബർ 8-നായിരുന്നു. എന്നാൽ ബീഹാറിലെ BJP നേതാക്കൾ നവംബർ ആദ്യവാരത്തിൽ 8 ലക്ഷം രൂപ മുതൽ 1.16 കോടി വരെ വിലയുള്ള 10ലേറെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്ന് കാച്ച് ന്യൂസ് വെളിപ്പെടുത്തുന്നു. ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനായുള്ള പണം നൽകിയത് BJP നേതൃത്വമാണെന്നും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും ബീഹാറിലെ BJP നിയമസഭാംഗമായ സഞ്ജയ് ചൗരസ്യ കാച്ച് ന്യൂസിനോട് പറഞ്ഞു. ചിലയിടങ്ങളിൽ ഭൂമി വാങ്ങിയത് BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും കാച്ച് ന്യൂസ് ചൂണ്ടിക്കാണിക്കുന്നു.
1000, 500 രൂപ നോട്ടുകൾ അസാധുവാക്കിയ നടപടി മുൻകൂട്ടി ആരും അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. മാത്രമല്ല BJP നേതാക്കൾ തന്നെ കള്ളപ്പണം വൻതോതിൽ വെളുപ്പിച്ചെന്ന ആരോപണങ്ങൾക്ക് സാധുത പകരുന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്. ദീപും കാവ്യ മാധവനും വിവാഹിതരായി. എറണാകുളത്തെ ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50 ശുഭമുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷങ്ങളായി പ്രചരിക്കുന്ന ഗോസിപ്പുകൾക്ക് സിനിമാറ്റിക് പരിസമാപ്തി. സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ്. ദിലീപ് കാവ്യമാധവൻ വിവാഹം കൊച്ചിയിലെ ഹോട്ടൽ വേദാന്തയിൽ 9-നും 10-നും ഇടയിൽ നടക്കുമെന്ന വാർത്ത പുറത്തറിയുന്നത് തന്നെ രാവിലെ 8:30-ഓടെ. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ എന്നിവർക്ക് മാത്രമേ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിനുള്ള ക്ഷണം ലഭിച്ചത് തന്നെ ഇന്നലെ രാത്രിയോടെയായിരുന്നു എന്നാണ് ഇരുവരുടെയും സുഹൃത്തുക്കൾ പറഞ്ഞത്. 9:30-ഓടെ മകൾ മീനാക്ഷിക്കൊപ്പം ദിലീപും മാതാപിതാക്കൾക്കൊപ്പം കാവ്യയും വിവാഹം നടക്കുന്ന ഹാളിലേക്ക്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖരുടെ ആശീർവാദം വാങ്ങി താരജോഡികൾ മണ്ഡപത്തിലേക്ക്. 9:50-ന്റെ മുഹൂർത്തത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടി ഒന്നുമില്ലാതെ ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലി ചാർത്തി. കല്യാണഹാരം പരസ്പരം അണിയിച്ച് ലളിതമായ വിവാഹ ചടങ്ങുകൾ അവസാനിച്ചു. മുൻകൂട്ടിയെടുത്ത തീരുമാനമായിരുന്നില്ലെന്ന് വിവാഹശേഷം താരജോഡികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ചടങ്ങിലുടനീളം ദിലീപ് മീനാക്ഷിയെ തന്റെ ഒപ്പം ചേർത്ത് നിർത്തിയിരുന്നു. മകൾ മീനാക്ഷിയുടെ സമ്മതത്തോടെയാണ് വിവാഹമെന്ന ദിലീപിന്റെ വാദം മീനാക്ഷിയും ശരിവെച്ചു. ഞാനാണ് അച്ഛനോട് പറഞ്ഞത്, സന്തോഷമാണ്. ക്ഷണിക്കപ്പെട്ടവർക്ക് ഹോട്ടലിൽ തന്നെ സദ്യ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രിയ താരങ്ങളുടെ വിവാഹ വാർത്തയറിഞ്ഞ് ഹോട്ടലിലേക്ക് എത്തിയ ആരാധകർക്ക് വിവാഹം കാണാൻ കഴിഞ്ഞില്ല. ഹോട്ടലിനുള്ളിലേക്ക് ഇവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഹോട്ടലിന് പുറത്ത് താരദമ്പതികളെ കാണാൻ അവർ കാത്തുനിന്നു. ഏറെ നാളത്തെ ഗോസിപ്പുകൾ അവസാനിപ്പിക്കാനായി എന്നതിലപ്പുറം സന്തുഷ്ടരാണ് ദിലീപും കാവ്യയും, ഒപ്പം മലയാള സിനിമാ ലോകവും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേരാനെത്തി. മമ്മൂട്ടി, ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ കൈരളി TV MD ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രഗത്ഭരും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന താരവിവാഹ ചടങ്ങിൽ ചലച്ചിത്ര ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും പങ്കെടുത്തു. നടൻ മമ്മൂട്ടി, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേർന്നു. ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ, നരേൻ, കവിയൂർ പൊന്നമ്മ, KPC ലളിത, ജോമോൾ, ചിപ്പി, മേനക, സലീം കുമാർ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ സംവിധായകരായ ജോഷി, സിദ്ദിഖ്, ലാൽ, കമൽ, നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, രഞ്ജിത്ത് എന്നിവരെല്ലാം താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. നോട്ട് പിൻവലിച്ച അപ്രതീക്ഷിത വാർത്ത കേട്ടതുപോലെ മറ്റൊരു അപ്രതീക്ഷിത വാർത്തയായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹമെന്ന് നടി ലക്ഷ്മിപ്രിയ പറഞ്ഞു. TV വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് കാണുമ്പോൾ ശരിക്കും നോട്ട് പിൻവലിച്ചപ്പോൾ ഒരു ഷോക്കില്ലേ, ആ ഷോക്കാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് വിവാഹത്തിന് ക്ഷണം ലഭിച്ചതെന്ന് കാവ്യയുടെ സുഹൃത്തുകൂടിയായ സുജാ കാർത്തിക പറഞ്ഞു. ഇന്നലെ രാത്രി, ഇന്ന് രാവിലെ പട്ടുസാരി എടുത്തിട്ട് വരാൻ പറഞ്ഞു വേദാന്തയിൽ. ഞങ്ങൾ വന്നു, കല്യാണം കണ്ടു. ചടങ്ങിനെത്തിയ ദിലീപിന്റെ സുഹൃത്തുക്കളായ സലീം കുമാറിനും ജോർജിനുമെല്ലാം ഇതേ അനുഭവമായിരുന്നു. ഞാൻ തന്നെ വെന്യൂ അറിയുന്നത് ഇന്നലെ രാത്രിയാണ്. അടുത്ത ആളുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. താരജോഡികൾ താരദമ്പതികളാവുന്ന നിമിഷത്തിന് സാക്ഷികളാവാനെത്തിയവരിൽ പലരും ഇരുവർക്കുമൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ കേരളത്തിലെ 16ാമത് ഡിവിഷണൽ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി ജനറൽ മാനേജർ A. ചതോപാധ്യായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റീജിയണൽ മാനേജർ ആദർശ് ജോഹരി, മാർക്കറ്റിംഗ് മാനേജർ T. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പൂനെ സിറ്റി പോരാട്ടം. വൈകിട്ട് 7-ന് കൊച്ചിയിലാണ് മത്സരം. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ്. സമീർ, ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. എത്രത്തോളം ആവേശത്തിലാണ് കാണികൾ?
വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് തന്നെയാണ് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ പൂനെയ്ക്കും ഒരുപോലെ നിർണായകമായ മത്സരമാണ്. സെമിയിലേക്കുള്ള കടമ്പകൾ ഇനി ശേഷിക്കുന്ന മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു മത്സരവും തുടർന്നുള്ള 2 മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത്. എന്നാൽ പൂനെയ്ക്ക് അവശേഷിക്കുന്ന ഇന്നത്തെ മത്സരം അടക്കം 2 മത്സരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കൽ ഇരു ടീമിനും അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഏറ്റവും വാശിയേറിയ ഒരു മത്സരം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെല്ലാം ടീമുകൾ 2 ടീമും അല്പസമയത്തിനകം തന്നെ കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. ഈ കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ ആരൺ ഹ്യൂസ് തന്നെയായിരിക്കും ഇന്ന് പ്രതിരോധം കാക്കാൻ എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടി മലയാളക്കരയ്ക്ക് എത്തിയിരിക്കുന്നത് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയിരിക്കും ഫൈനൽ മത്സരത്തിന് വേദിയാകുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതിനുള്ള സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് ISLന്റെ പ്രമുഖർ എത്തിക്കൊണ്ട് 2 ദിവസമായി കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ അടുത്ത മാസം 18-ാം തീയതിയാണ് ഫൈനൽ മത്സരം. അതിന് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വേദിയാവും എന്നുള്ള ഒരു സാധ്യത കൂടി അവരുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല എന്നത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനലിന് കൂടി കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സാക്ഷിയാവുന്നു എന്നറിയുന്നതോടെ തന്നെ മലയാളക്കരയ്ക്ക് വലിയ ഒരു ആവേശം, ആരാധകർക്ക് വലിയൊരു ആവേശമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും പൂനെയുടെയും ഭാഗത്തു നിന്ന് വളരെ ശക്തമായ, വളരെ സുന്ദരമായ ഒരു മത്സരം തന്നെ നമുക്ക് ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ആരാധകരെല്ലാം തന്നെ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്.